നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ ഇക്കണോമിക്സിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ യൂണിറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഥവാ ഉൽപാദന ധർമ്മം എന്നാണ് യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മള് എന്താണ് ഉൽപാദനം, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടുകളെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, അതാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനത്തിന്റെ ഘടകങ്ങൾ 4 ഘടകങ്ങളുണ്ടെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്, ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഉൽപാദന പ്രക്രിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ടുകളെ, ഇൻപുട്ടുകളെ ഒരു ഔട്ട്പുട്ട് ആക്കിയിട്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം എന്ന് പറയുന്നത്. ഇനി ഈ ഉൽപാദനത്തിന്റെ ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഉൽപാദനം കൊണ്ട് ഉണ്ടാകുന്ന ചില ഇഫക്റ്റുകളാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, ഉൽപാദനത്തിലൂടെ ഒരു മൂല്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, ഒരു വാല്യൂ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉൽപാദനത്തിന്റെ ഒരു ഫലമാണ്. ഇനി മറ്റൊന്ന് സാമ്പത്തിക വളർച്ചയാണ്. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത് പ്രൊഡക്ഷൻ നടക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ വിപണിയിൽ ഉൽപാദനം നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക വളർച്ച സാധ്യമാവുകയുള്ളൂ. സോ ഉൽപാദനം ഒരു ഇക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, ഒരു റിനോവേഷൻസ് അല്ലെങ്കിൽ ഒരു നവീകരണ പ്രക്രിയ ഉണ്ടാകുന്നുണ്ട്. പുതിയ പുതിയ പ്രോഡക്ട്സ് വരുന്നു, മാർക്കറ്റിൽ അതിന്റെ പലതരത്തിലുള്ള ഫിനോമിന രൂപപ്പെടുന്നു. അങ്ങനെ ഒരു നവീകരണം, പുതിയ ടെക്നോളജികൾ രൂപപ്പെടുന്നു. ഇതിലൂടെയൊക്കെ നവീകരണം ഉണ്ടാകുന്നുണ്ട്. കാര്യക്ഷമത മെച്ചപ്പെട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപാദനം കാര്യക്ഷമമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണങ്ങളാണ് ഓരോ വിപണിയെയും എന്നും സജീവമായിട്ട് നിർത്തുന്നത്. ഇനി മത്സരശേഷിയാണ്. അതായത് പല കമ്പനികളുടെയും കോമ്പറ്റീഷൻ കൂടുന്നത് ഈ ഉൽപാദനം കൂടുമ്പോഴാണ്. ഒരേ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഒരേ ആവശ്യം നിറവേറ്റുന്നതിനുള്ള 2 പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന 2 വ്യത്യസ്ത കമ്പനികൾ, അവർ തമ്മിൽ എന്നും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. സോ കൂടുതൽ ആകർഷകമായ രീതിയിൽ, ഉപഭോക്താവിന് കൂടുതൽ ആകർഷകമായ രീതിയിൽ ആ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിരന്തരമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള നമ്മൾക്ക് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ കാണുന്ന പരസ്യങ്ങൾ അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരേ പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് എന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒറ്റ ആവശ്യമാണ്, കുളിക്കുക എന്നുള്ള ഒറ്റ ആവശ്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ വിപണിയിൽ ഒരുപാട് കമ്പനികളുടെ ഈ സെയിം പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് ഉപഭോക്താവ് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അത് ആ കമ്പനി എത്രത്തോളം ആകർഷകമായിട്ട് അത് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നു. ചിലപ്പോൾ അത് കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്നതാവാം, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടാകാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെന്റ് നൽകിക്കൊണ്ടാവാം. ഇങ്ങനെ ഏത് രീതിയിലാണോ ഉപഭോക്താവിന് അത് ആകർഷകമാക്കുന്നത്, അതിനുള്ള ഒരു മത്സരം ഈ കമ്പനികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കും. ഇനി ജീവിത നിലവാരം വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഓരോ പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ അധ്വാന ശേഷി കുറയ്ക്കുന്നുണ്ട്, ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്, നമ്മളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതാണ് ഓരോ പ്രോഡക്ട്സിന്റെയും ഉപയോഗം എന്ന് പറയുന്നത്. ഇനി പരിസ്ഥിതിയുടെ സുസ്ഥിരത, ഒരു പരിസ്ഥിതിയെ അതിന്റെ സന്തുലിതാവസ്ഥ താറുമാറാക്കുന്ന രീതിയിലൊന്നും ഉൽപാദനം ഉണ്ടാവരുത്. അത് പരിസ്ഥിതി, ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നടക്കേണ്ടത്. ഇനി നമ്മൾ ഉൽപാദന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ടെക്നോളജിയാണ്, സാങ്കേതിക വിദ്യ. ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യ വച്ചിട്ടാണോ, അഡോപ്റ്റ് ചെയ്തിട്ടാണോ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, അതിനനുസരിച്ച് അത് ഉൽപാദനം കൂടും. ഇപ്പൊ വളരെ മെച്ചപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ, മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെലവിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എന്നാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, ഒരു ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉൽപാദനം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൂടിയ ചെലവിൽ കൂടുതൽ സമയം എടുത്ത് കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ അത് നഷ്ടമായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും അപ്പൊ ടെക്നോളജി ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തേത് അധ്വാനമാണ് അല്ലെങ്കിൽ ലേബർ ആണ്.
അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേബറിന്റെ ക്വാളിറ്റിയും അത് അവരുടെ സാങ്കേതിക പരിജ്ഞാനത്തെ ഒക്കെ മുൻനിർത്തിയാണ് നമുക്ക് ഉൽപാദനം മെച്ചപ്പെട്ട രീതിയിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ വളരെ ആരോഗ്യം കുറഞ്ഞ അല്ലെങ്കിൽ കാര്യക്ഷമത കുറഞ്ഞ തൊഴിലാളികളാണെങ്കിൽ അവിടെ പ്രൊഡക്ഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി നല്ല കേപ്പബിൾ ആയിട്ടുള്ള ലേബറാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷനെ വളരെ പോസിറ്റീവായിട്ടും സ്വാധീനിക്കാറുണ്ട്. മറ്റൊന്നാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം. നമുക്ക് പ്രൊഡക്ഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് മൂലധനം എന്ന് പറയുന്നത്. അതിന് ക്യാപിറ്റൽ മുടക്കുമുതൽ മുടക്കാനുണ്ടെങ്കിലേ നമുക്ക് പ്രൊഡക്ഷൻ വേണ്ട രീതിയിൽ നടത്താൻ സാധിക്കും. അതായത് ലാൻഡും ലേബറും ഇതിനെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ മൂലധനം ഒരു മസ്റ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇനി മറ്റൊന്നാണ് അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ്. നല്ല രീതിയിൽ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷനും കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. സോ പ്രൊഡക്ഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അസംസ്കൃത വസ്തു. ചീപ്പായിട്ടുള്ള റേറ്റില് നല്ല രീതിയിലുള്ള സപ്ലൈ ഈ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രൊഡക്ഷനിലേക്ക് പോസിറ്റീവായിട്ട് അതിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. വളരെ ഉയർന്ന വിലയ്ക്കാണ് നമ്മൾ അസംസ്കൃത വസ്തു ലഭ്യമാകുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രൊഡക്ഷന്റെ ലാഭത്തെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് ഗവൺമെന്റ് പോളിസീസ് ആണ്. നികുതി, സബ്സിഡി, അതുപോലെ ഗവൺമെന്റിന്റെ കുറെ നിയന്ത്രണങ്ങള്, താരിഫുകള്, ഇതെല്ലാം തന്നെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഥവാ ഉൽപാദന ധർമ്മം എന്ന കോൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക സാങ്കേതിക വിദ്യക്ക് കീഴിലുള്ള ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ഭൗതികമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അധ്വാനം, ലേബർ, അതുപോലെ തന്നെ മൂലധനം, ക്യാപിറ്റൽ, ഇത് രണ്ടും പ്രധാന ഇൻപുട്ടുകളായിട്ട് പരിഗണിച്ചാല് ഉൽപാദന വക്രം അല്ലെങ്കിൽ ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ടേമില് QX is equal to F of L K എന്ന് പ്രസ്താവിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആണ്. അത് ഷോർട്ട് റൺ ഒരു ഹ്രസ്വകാല ത്തേക്കുള്ള ഉൽപാദന ധർമ്മമാണ് ഇത് നമ്മൾ പരിശോധിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഹ്രസ്വകാലത്തേക്ക് ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അപ്പോൾ ഇത് മറ്റു ഉൽപാദക ഘടകങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന ആ ഒരു അസംഷനില് ഹ്രസ്വകാലത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും അതുപോലെ ഇൻപുട്ടുകളുടെ അളവും, അതായത് ഉൽപാദനം നടക്കുന്നതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അസംസ്കൃത വസ്തുക്കളും അതുപോലെയൊക്കെയുള്ള ഇൻപുട്ടുകളുണ്ട്. ഈ ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് നടത്തുന്ന ഉൽപാദനം, അതായത് അധ്വാനം, മൂലധനം, സാങ്കേതിക വിദ്യ തുടങ്ങിയ ഇൻപുട്ടുകളുടെ അളവും അതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിലുള്ള ബന്ധമാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു ഹ്രസ്വകാല ധർമ്മങ്ങളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥിരമായിട്ടുള്ള ഇൻപുട്ടുകളൊന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ നോക്കുന്നത് എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നീ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കിയിട്ട് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. അതായത് TP അഥവാ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് എന്നാൽ ഒരു നിശ്ചിത അളവിലുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനത്തിന്റെ ആകെ അളവിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാക്ടറി ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫാക്ടറി എടുക്കാം. ആ ഒരു ഫാക്ടറി ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് നിശ്ചിത റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ TP അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മൊത്തം ഉൽപ്പന്നങ്ങൾ അല്ലെ. ഇനി ആവറേജ് പ്രോഡക്റ്റ് അഥവാ AP എന്ന് വെച്ചാൽ ഉപയോഗിച്ച ഒരു ഘടകത്തിന്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ഔട്ട്പുട്ടിന്റെ ശരാശരി ഉൽപ്പന്നത്തെയാണ് നമ്മൾ AP എന്നറിയപ്പെടുന്നത്. അതായത് ഒരു
എന്താണ് ടോട്ടൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് എടുക്കുന്ന ശരാശരി ആയിട്ടുള്ള ഉൽപ്പന്നം, അതാണ് ആവറേജ് പ്രോഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ MP മാർജിനൽ പ്രോഡക്റ്റ്. അതായത് നമ്മൾ ഒരു അധിക വേരിയബിൾ കൂടി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അധിക പ്രൊഡക്ഷൻ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മൊത്ത ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് കൂടി അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന ഒരു വ്യത്യാസം. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പന്നമാണ്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അധിക യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ യൂണിറ്റിൽ വരുന്ന ആ ഒരു വ്യത്യാസം, അതിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവ നോക്കുന്ന 3 പ്രധാനപ്പെട്ട ടേംസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്ന ഒരു പോയിന്റ് ആണ്. അതായത് മറ്റു ഇൻപുട്ടുകളൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ, ഇതൊരു അസംഷൻ ആണ്, ഈ ഒരു അസംഷനിൽ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ പ്രോഡക്റ്റിന്റെ ഉൽപ്പന്നത്തില് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഉൽപാദനത്തില് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതായത് ഉൽപാദനം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ അപജയ സീമാന്ത ഉൽപാദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനിങ് റിട്ടേൺസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് 3 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. അതായത് ഒന്നാമത്തെ ഘട്ടത്തിലെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. പിന്നീട് അത് ഇൻക്രീസ് ചെയ്യുന്ന തോത് കമ്പാരിറ്റീവ്ലി ഉയർന്ന തോതിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ആ ഇൻക്രീസ് ചെയ്യുന്ന തോത് കുറയുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. പിന്നെ അത് ഏകദേശം ഒരു ഡിമിനിഷിങ് സ്റ്റേജിലേക്ക് വരുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ ഇത് അതിന്റെ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.